Hi all, I welcome you all to the second session of quantity surveying. In the first session, we have covered all the introductory part and the theory portions as well. So here we are going deeper into the subject by doing some problems. Okay, we will have to do a lot of problems in order to make the subjects thorough, and also you will have to keep in mind that in when you work as a quantity surveyor, the main your duty involves taking estimates, and that will require uh, thorough knowledge in the subject, and you will have to do the problems very quickly and accurately. Okay, so നമുക്ക് സബ്ജക്റ്റ് ഡീപ്പറായിട്ട് പോവാം. പ്രോബ്ലംസ് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് വിശ്വസിക്കുക. സോ നമുക്ക് നോക്കാം ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. So this is the first problem that we will have to solve. You can go through the question first. Estimate the quantities of brickwork and plastering required in a wall 4 meter long, 3 meter high and 30 centimeter thick. Calculate also the cost if the rate of brickwork is rupees 320 per cubic meter and of plastering is rupees 8.5 per square meter. So in question they have mentioned that there is a wall which is 4 meter long, 3 meter high and 30 centimeter thickness, and they have asked us to calculate the cost of brickwork and cost of plastering. They have given the rate of brickwork and plastering. What is the rate of brickwork? That is 320 per cubic meter. Remember, the unit of brickwork is cubic meter, and they have given the rate as rupees 320 per cubic meter, and plastering rate is rupees 8.5 per square meter. I told you in the last class the unit of plastering is square meter. Okay, so അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് അല്ലേ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തന്നിരിക്കുന്ന ഡേറ്റ എന്തൊക്കെയാണ്? നമ്മുടെ തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ചിട്ട് നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന വോളിൻ്റെ ലെങ്ത് 4 മീറ്റർ, ഹൈറ്റ് 3 മീറ്റർ, തിക്നെസ് 30 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ത് യൂണിറ്റിലാണ്? വോളിയത്തിലാണ് അല്ലേ പറയുന്നത്. മീറ്റർ ക്യൂബാണ് ബ്രിക്ക് വർക്കിൻ്റെ യൂണിറ്റ്. മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ വോളിയമാണ്. വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് 3 ഡയമെൻഷൻ ആവശ്യമാണ്. ഏതൊക്കെയാണ്? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ലെങ്ത് 4 മീറ്റർ, ബ്രെഡ്ത്ത് 30 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 3 മീറ്റർ. സോ അത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വോളിയം കിട്ടും. ആ വോളിയമാണ് 3.6 cubic meter. Similarly, quantity of plastering. ക്വാണ്ടിറ്റി ഓഫ് പ്ലാസ്റ്ററിങ് വരുമ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? 2 phases. എന്താണ് 2 phases എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം പ്ലാസ്റ്ററിങ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വോള് കൺസിഡർ ചെയ്യുമ്പോൾ, കൺസിഡർ ദിസ് ആസ് എ വോൾ. ഇതൊരു വോൾ ആണെങ്കിൽ വോളിന് ബോട്ടം ഫേസ് വോള് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഒരു സർഫസിൽ വോള് നിൽക്കുകയാണ്. സോ അങ്ങനെ നിൽക്കുന്ന സമയം നമുക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ട എവിടെയൊക്കെയാണ്? ഈ സൈഡ് പ്ലാസ്റ്റർ ചെയ്യണം, ഈ സൈഡ് പ്ലാസ്റ്റർ ചെയ്യണം. ശരിക്കും ഇതിൻ്റെ ടോപ്പിൽ പ്ലാസ്റ്റർ ചെയ്യേണ്ടതാണ് അല്ലേ? സോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയ നമുക്ക് എങ്ങനെ കിട്ടും? ഈ സൈഡിലത്തെ ഏരിയ ഈ ലെങ്ത് ഇൻറ്റു ഈ ഹൈറ്റ്. ശരിയാണോ? അതേപോലെ ഇതേ ഏരിയ തന്നെ ഇപ്പുറത്തെ സൈഡിലും വരും. ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത് ഇൻറ്റു ഈ വിഡ്ത്ത് അല്ലെങ്കിൽ ഈ ഹൈറ്റ്. 2 ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് ഏരിയ കിട്ടും. അതിനുള്ള എളുപ്പ വഴിയാണ്
ഒരു സൈഡ് കണ്ടുപിടിക്കുക, ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ബൈ 2. അപ്പോൾ നമുക്ക് ഈ സൈഡും കിട്ടും, ഈ സൈഡും കിട്ടും. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ടോപ്പിലത്തെ പോർഷൻ ആണ്. ടോപ്പിലത്തെ പോർഷൻ കൺസിഡർ ചെയ്യാം, പക്ഷേ ഇൻ ദിസ് പ്രോബ്ലം ദേ ഡിഡ്ന്റ് കൺസിഡർ. സിൻസ് ദാറ്റ് ഇസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ദേ ജസ്റ്റ് നെഗ്ലെക്റ്റഡ്. ബട്ട് എൻ്റെ സജഷൻ നിങ്ങൾ ആ ഏരിയ കൂടി കൺസിഡർ ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഓഫ് പ്ലാസ്റ്ററിംഗ് ദേ ഹാവ് കാൽക്കുലേറ്റഡ്. സോ അപ്പോൾ ബ്രിക്ക് വർക്കിൻ്റെ റേറ്റ് നമുക്കറിയാം 3.6 ആണ്. ഒരു 3.6 ക്യൂബിക് മീറ്റർ ആണ് നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി. ഒരു ക്യൂബിക് മീറ്ററിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 320 ആണ്. അങ്ങനെയാണെങ്കിൽ 3.6 മീറ്റർ ക്യൂബിൻ്റെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, 320 ഇൻറ്റു 3.6. അങ്ങനെയാണ് ഈ എമൗണ്ടിലേക്ക് എത്തിയത്. അതേപോലെ പ്ലാസ്റ്ററിങ്ങിൻ്റെ 8.5 ആണ് റേറ്റ്. നമുക്ക് കിട്ടിയ ടോട്ടൽ ഏരിയ ആസ് പെർ സൊല്യൂഷൻ ഇവിടെ 24 ആണ്. 24 ഇൻറ്റു 8.5, സോ 204 കിട്ടി. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇവിടെ ദർ ഈസ് എ ചാൻസ് ജസ്റ്റ് ഒരു വോള് മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. ചില കേസിൽ ഇൻസൈഡ് വോൾ ആണെങ്കിൽ, ഒരു ബിൽഡിങ്ങിൻ്റെ ഇൻസൈഡ് വോൾ ആണെങ്കിൽ നമുക്ക് ഈ സൈഡും മാത്രം മതി അല്ലേ? മറിച്ച് അതൊരു ബൗണ്ടറി വോൾ ആണെങ്കിൽ ഈ സൈഡ് വേണം, മുകളിലത്തെ സൈഡും വേണം. കൺഫ്യൂസ്ഡ് ആവരുത്. ബിൽഡിങ്ങിൻ്റെ നിങ്ങൾ അസ്യൂം ചെയ്ത് നോക്കുക, ബിൽഡിങ്ങിൻ്റെ ഇൻസൈഡ് വോൾ ആണെങ്കിൽ, അകത്തുള്ള ഒരു വോൾ ആണെങ്കിൽ we can consider the two sides only, or this side. If this is a wall, it will be having two sides. ഈ സൈഡും പ്ലാസ്റ്റർ ചെയ്യണം, ഈ സൈഡും പ്ലാസ്റ്റർ ചെയ്യണം. ഓക്കെ, ഈ ടോപ്പും ബോട്ടവും ഇൻസൈഡ് വോൾ ആണെങ്കിൽ ചെയ്യേണ്ടി വരില്ല. പക്ഷെ ഔട്ട്സൈഡ് വോൾ ആണെങ്കിൽ, ബൗണ്ടറി വോൾ ആണെങ്കിൽ, മതിലിൻ്റെ കാര്യമാണ് പറയുന്നത്, മതിലാണെങ്കിൽ ഈ സൈഡ് ചെയ്യണം, ടോപ്പും ചെയ്യണം. ഓക്കെ, അങ്ങനെ 3 സൈഡ് വേണ്ടി വരും. ഈ പ്രോബ്ലത്തിൽ അവർ 2 സൈഡ് മാത്രമാണ്, അതായത് ഇത് ഇൻസൈഡ് വോളായിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ടോട്ടൽ കോസ്റ്റ് നമുക്കിവിടെ എമൗണ്ട് കണ്ടുപിടിച്ചു. So now we are going to the second problem. First we can go through the question. We'll prepare a detailed estimate of a part of a wall of a building from the given plan and section and general specifications. General specifications given are: foundation concrete shall be of lime concrete. Foundation and plinth shall be of first class brickwork in lime mortar. Dam proof course 2.5 mm cement concrete 1:1.5:3 with waterproofing compound. Superstructure first class brickwork in lime mortar. Wall finishing: inside wall 12 mm cement plastered 1:6 and whitewashed 3 coats. So they have given the bottom. Outside wall 12 mm cement plastered 1:6 including 10 cm below ground level and finished with 2 coats of color wash over 1 coat of whitewash. So these are the details given in the question. They have mentioned the specifications. I told you in the first session that specifications are description about a particular work. In this question we can see what is the foundation, what is the material used in foundation. They have given its lime concrete, and also like that all the various parts of the structure have been explained on the material and workmanship point of view. And in addition to the general specification, they have given the diagram or the section. Here you can see the section here and the plan over here. Okay, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഐറ്റംസ് ഓഫ് വർക്ക് that can be calculated with a given diagram. നമുക്ക് തന്നിരിക്കുന്ന ഡയഗ്രാം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസും എടുക്കുക എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്.
സോ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് നോക്കുക ഡീറ്റെയിൽഡ് ആയിട്ട്. ഇവിടെ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു വോളാണ് തന്നിരിക്കുന്നത്. വോളിൻ്റെ ഫ്രം ഫൗണ്ടേഷൻ ലെവൽ മുകളിലേക്ക് പോയി ഇവിടെ എത്തുമ്പോൾ ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവലിന് ജസ്റ്റ് മുകളിലേക്ക് ഒരു ചെറിയ പ്ലിന്തിൻ്റെ പോർഷൻ ഉണ്ട്. സോ പ്ലിന്തിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ട് മുകളിലോട്ട് വോളാണ് വരുന്നത്. വോളിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട് 3.5 മീറ്റർ, 30 സെൻറ്റിമീറ്റർ വിഡ്ത്ത്. പിന്നീട് അവർ പറയുന്ന കുറച്ച് ഡേറ്റ ഉണ്ട്. സ്റ്റെപ്പ് ഫൂട്ടിംഗ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഫൂട്ടിങ്ങിൻ്റെ പ്ലിന്തിൻ്റെ ഹൈറ്റ്, ഗ്രൗണ്ട് ലെവലിന് മുകളിൽ നമ്മൾ പ്ലിന്തായിട്ടാണ് പറയുന്നത്. സോ പ്ലിന്തിൻ്റെ ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ ആണ് ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്ക്. ഓക്കെ. പിന്നെ ലൈം കോൺക്രീറ്റ് ആണ് ഏറ്റവും ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ലെവലിംഗ് കോഴ്സ് നമ്മൾ പറയും. സോ അത് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് ലൈം കോൺക്രീറ്റ് ആണ്. ഓക്കെ. പിന്നെ അതിൻ്റെ പ്ലാൻ തന്നിരിക്കുകയാണ്. 6 മീറ്റർ ആണ് വോളിൻ്റെ ലെങ്ത്. ഇവിടെ ഒരു 30 സെൻറ്റിമീറ്ററും ഇവിടെ ഒരു 40 സെൻറ്റിമീറ്ററും കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഈ സെക്ഷൻ ഉണ്ട് നമുക്കിവിടെ അല്ല, ഈ സെക്ഷനെ നമ്മൾ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ, അതായത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ആ രണ്ട് ഡയമെൻഷൻസ് മാത്രമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് 30 സെൻറ്റിമീറ്റർ ഉള്ള ഈ പോർഷനും പിന്നീട് കാണുന്ന ഇവിടെ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന ഈ പോർഷനും പിന്നെ ഈ പ്ലിന്ത് ലെവലിൽ കാണിച്ചിരിക്കുന്ന ആ പോർഷനും, അത് രണ്ടും നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ബാക്കിയെല്ലാം മണ്ണിനടിയിലാണ്, അതുകൊണ്ട് തന്നെ കാണാൻ കഴിയില്ല. സോ അതുകൊണ്ടാണ് പ്ലാനിനകത്ത് 30 സെൻറ്റിമീറ്റർ എന്നും 40 സെൻറ്റിമീറ്റർ എന്നും വന്നത്. ഓക്കെ. 40 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഔട്ടർ ഡയമെൻഷനാണ്. അതായത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ പുറത്തേതാണ്. 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആണ്. ഓക്കെ, ഇൻസൈഡ് ആണ് 30 സെൻറ്റിമീറ്റർ. ഓക്കെ. എല്ലാവരും ഫിഗർ ഒന്നുകൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാനുണ്ട്. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫിഗർ ശരിക്കും മനസ്സിലാക്കുക. എന്തൊക്കെയാണ് പാർട്ട്, ഒരു സ്ട്രക്ചറിൻ്റെ പാർട്ട് എന്തൊക്കെയാണെന്നും ആ പാർട്ടിൻ്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്നും ആ പാർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നും മനസ്സിലാക്കുക. അതിനുശേഷം അതനുസരിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ക്വാണ്ടിറ്റി ടേക്ക് ഓഫിലേക്ക് പോകാൻ. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൻ്റെ ഫോർമാറ്റ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെഷനിൽ പഠിച്ച കാര്യമാണ്. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ വരും എന്നുള്ളത് നമ്മളൊരു ടേബിള് ഫസ്റ്റ് സെഷനിൽ കണ്ടിരുന്നു അല്ലേ. സോ അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ടേബിൾ പ്രോപ്പറായിട്ട് വരച്ചതിന് ശേഷം ക്വാണ്ടിറ്റി ടേക്ക് ഓഫിലേക്ക് പോകുന്നതാണ് ബെറ്റർ. ടേബിളിൻ്റെ കോളംസ് എന്തൊക്കെയാണെന്ന് നോക്കുക. റിട്ടൺ നമ്പർ, description of items, number, dimensions. Dimensions include length, breadth, height or depth, quantities and total quantities. Okay, so ഇതാണ് കോളംസ്, വേരിയസ് കോളംസ് ടേബിളിൽ യൂസ് ചെയ്യുന്നത്. സോ അതിനുശേഷം നമുക്ക് പ്രോബ്ലം നോക്കാം. എന്തൊക്കെ ഐറ്റം വേണം എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് നോക്കാം അല്ലേ. എപ്പോഴും ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എപ്പോഴും ആ വർക്ക് നടക്കുന്ന ആസ്പെക്റ്റിൽ തന്നെ വേണം ക്വാണ്ടിറ്റി എടുക്കാൻ. അതായത് ഒരു സൈറ്റിൽ വർക്ക് എങ്ങനെ നടക്കും, എവിടെ നിന്നിട്ട് എവിടെ വരെയാണ് നടക്കുന്നത് എന്നുള്ള, ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വർക്ക് കഴിഞ്ഞിട്ട് അടുത്തടുത്ത വർക്ക് നടക്കുമല്ലോ. സോ ആ ഒരു ആസ്പെക്റ്റിൽ വേണം എസ്റ്റിമേറ്റ് എടുക്കുന്നതാണ് ബെറ്റർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം എർത്ത് വർക്ക് നടക്കും. എർത്ത് വർക്ക് നടന്നിട്ടാണ് ഫൗണ്ടേഷൻ നടക്കുന്നത്. ഫൗണ്ടേഷന് ശേഷം ബേസ്മെൻറ്റ്, അതിനുശേഷം വോള്, അതിനുശേഷം വോളെന്ന് പറഞ്ഞാൽ ബ്രിക്ക് വർക്ക് നടക്കും. ബ്രിക്ക് വർക്കിന് ശേഷം പ്ലാസ്റ്ററിങ് നടക്കും, പെയിൻറ്റിങ് നടക്കും. അങ്ങനെ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡറിൽ വേണം നിങ്ങൾ ക്വാണ്ടിറ്റി എടുക്കാനായിട്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഫസ്റ്റ് ഐറ്റം പറഞ്ഞിരിക്കുന്ന എർത്ത് വർക്ക്.
as I told you before, earthwork ആണ് ആദ്യം വൺ സൈറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എർത്ത് എക്സ്കവേഷൻ ആണുള്ളത്. സോ എർത്ത് എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റി, എർത്ത് യൂണിറ്റ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ക്യൂബിക് മീറ്റർ ആണ് അല്ലെ. ക്യൂബിക് മീറ്റർ ആകുമ്പോൾ 3 ഡയമെൻഷൻസ് നമുക്ക് ആവശ്യമാണ്. ഏതൊക്കെയാണ്? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ ഇവിടെ എർത്ത് എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഗ്രൗണ്ടിൽ, നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത്രയും താഴോട്ട് നമുക്ക് എക്സ്കവേറ്റ് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? സോ നമ്മളവിടെ എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു ട്രെഞ്ച് ഉണ്ടാക്കിയെടുക്കണം. സോ അതിനു വേണ്ടി അവിടെയുള്ള മണ്ണ് നമുക്ക് റിമൂവ് ചെയ്യണം. അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ എർത്ത് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ ഈ മണ്ണിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ എടുക്കാം? ഇത് സെക്ഷനാണ്, അതായത് ഇപ്പം ഇവിടെ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് നോക്കുകയാണ് അല്ലേ, സെക്ഷനാണ്. സോ നമുക്കിവിടെ മൊത്തം സ്ഥലത്തും ഇതേ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാണ്, ഇത്രയും ലെങ്ത്തിൽ അല്ലേ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് വേണം. ലെങ്ത് എന്തായിരിക്കും? 6 മീറ്റർ അല്ലേ. ടോട്ടൽ ലെങ്ത് 6 മീറ്റർ ആണ്. വിഡ്ത്ത് എത്രയായിരിക്കും? ഇതിൻ്റെ വിഡ്ത്ത് അല്ലേ, ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. 80 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.8 മീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്? ജസ്റ്റ് നോക്കി, ഈ ഹൈറ്റ് ഗ്രൗണ്ട് ലെവൽ വരെ നമുക്ക് എക്സ്കവേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ വരെയുള്ള, ഗ്രൗണ്ട് ലെവൽ തൊട്ട് ബോട്ടം വരെയുള്ള ഹൈറ്റ് എത്രയാ? 30 + 20 + 20 + 20 എത്ര? 30 + 20 50, 70 and 90 അല്ലേ. 90 സെൻറ്റിമീറ്റർ, അതായത് 0.9 മീറ്റർ. 0.9 ആണ് കേട്ടോ, 0.9 മീറ്റർ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്പർ 1 വന്നത് ഇവിടെ? കാര്യം ഒരു വോളേ ഉള്ളൂ, ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ചേഞ്ച് ഒന്നുമില്ല, ഒറ്റ വോള്. അവിടെ ഫർദർ നമ്പേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ 1 നമ്പർ മാത്രമേ ഉള്ളൂ. സോ ആ 1 നമ്പറിലുള്ള ക്വാണ്ടിറ്റി അപ്പോൾ എത്ര വരും? ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4.32 എന്ന് കിട്ടും. അതായിരിക്കും എർത്ത് എക്സ്കവേഷൻ്റെ യൂണിറ്റ്. ഓക്കെ. സോ അതിനുശേഷം രണ്ടാമത്തെ ഐറ്റം എന്താണ്? ലൈം കോൺക്രീറ്റ്. എക്സ്കവേഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യുന്ന അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ആ എക്സ്കവേഷനിലേക്ക് എന്ത് ചെയ്യും? കോൺക്രീറ്റ് ആഡ് ചെയ്യും. സോ കോൺക്രീറ്റ് ആണ്, ലൈം കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ ആണ്. ഇത് പറഞ്ഞ പോലെ തന്നെ ക്യൂബിക് മീറ്ററിന് 3 ഡയമെൻഷൻ ആവശ്യമാണ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. സോ എർത്ത് എക്സ്കവേഷൻ കണ്ടുപിടിച്ചാൽ പിന്നെ ലൈം കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റിയിൽ ദർ വിൽ ബി ഓൺലി 1 ചേഞ്ച്. ഏത് ഡയമെൻഷനിലായിരിക്കും ചേഞ്ച്? ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് ഹൈറ്റിൽ മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. കാര്യം ലൈം കോൺക്രീറ്റ് ഇടുന്നത് സെയിം ലെങ്ത്തിൽ, എൻറ്റയർ ഇത്രയും പോർഷനിൽ ലൈം കോൺക്രീറ്റ് ഇടും, പ്ലാൻ ആണ്. ഓക്കെ. സോ അതിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും? 0.8 തന്നെയാണ്. ഹൈറ്റ് ഇത്രയും ഭാഗം മാത്രമേ വരത്തുള്ളൂ. എക്സ്കവേഷൻ വന്നപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ വന്നിരുന്നു, പക്ഷേ ലൈം കോൺക്രീറ്റ് ആയിരുന്നപ്പോൾ ജസ്റ്റ് ഇത്രയും മാത്രമേ വരത്തുള്ളൂ. ഓക്കെ. 0.3 മീറ്റർ, അതാണ് ഈ 0.3 ഇവിടെ വന്നത്. ഓക്കെ. അതായത് 1.44 ക്യൂബിക് മീറ്റർ ആണ് ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ഐറ്റം വരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് നിങ്ങൾ ആലോചിക്കുകയും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ക്ലിക്ക് ആവത്തുള്ളൂ. സോ എനിവേ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മൂന്നാമത്തെ ഐറ്റം, അതിനുശേഷം ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ലൈം മോർട്ടർ ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. അതായത് ഈ പോർഷൻ, ഇത്രയും പോർഷൻ ഫൗണ്ടേഷനിലും പ്ലിന്തിലും ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. സൂപ്പർ സ്ട്രക്ചറിലേക്ക് വന്നിട്ടില്ല, ഫൗണ്ടേഷനിലും പ്ലിന്തിലും ഉള്ള ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത്. സോ അത് എങ്ങനെ എടുക്കും? നമുക്കത് ഒറ്റയടിക്ക് അങ്ങ് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒരു 60 സെൻറ്റിമീറ്റർ വിത്തുള്ള ഒരു പോർഷൻ ഉണ്ട്, അതിനുശേഷം 50 സെൻറ്റിമീറ്ററിൻ്റെ പോർഷൻ ഉണ്ട്, അതിനുശേഷം 40 സെൻറ്റിമീറ്ററിൻ്റെ പോർഷൻ ഉണ്ട്. സോ അത്രയും 3 ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ
നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റില്ല, ഓരോരോ പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ഫൂട്ടിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫൂട്ടിംഗ് 60 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉള്ള ഫസ്റ്റ് ഫൂട്ടിംഗ് ആദ്യം കൺസിഡർ ചെയ്യാണ്. സോ അതിൻ്റെ ലെങ്ത് മാറത്തില്ല, ലെങ്ത് 6 മീറ്റർ തന്നെയാണ്. വിഡ്ത്ത് എത്ര വരും? വിഡ്ത്ത് ഈ 60 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഹൈറ്റ് എത്രയായിരിക്കും? ഈ 60 സെൻറ്റിമീറ്റർ പോർഷൻ്റെ ഹൈറ്റ് എത്രയാ? 20 സെൻറ്റിമീറ്റർ. ഇവിടെ കാണിച്ചിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ അല്ലേ? 20 സെൻറ്റിമീറ്റർ ആണ് ആ 60 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉള്ള ഫൂട്ടിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് 6 ഇൻറ്റു 0.6 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞത്. അപ്പോൾ 0.72 ആണ് ക്വാണ്ടിറ്റി. ഇത് മൂന്നൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.72. ഇനി സെക്കൻഡ് ഫൂട്ടിംഗ് എന്താണ്? സോ അത് കഴിഞ്ഞിട്ട് ഇനിയും സെക്കൻഡ് ഫൂട്ടിംഗ് വരുമ്പോൾ സെക്കൻഡ് ഫൂട്ടിംഗ് ഇവിടെയാണ് വരുന്നത്. 50 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള സെക്കൻഡ് ഫൂട്ടിംഗ്. സോ സെക്കൻഡ് ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഈ എൻറ്റയർ പോർഷനിൽ സെക്കൻഡ് ഫൂട്ടിംഗ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ലെങ്ത് 6 മീറ്റർ ആയിരിക്കും. വിഡ്ത്ത് എത്രയായിരിക്കും? വിഡ്ത്ത് ആണ് ഈ 50 സെൻറ്റിമീറ്റർ വിഡ്ത്ത്. ഹൈറ്റ് എത്രയായിരിക്കും? 20 സെൻറ്റിമീറ്റർ, അതായത് 0.2 മീറ്റർ. അത് മൂന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.6 എന്ന് പറയുന്ന ക്യൂബിക് മീറ്ററിൽ കിട്ടും. ഇനി മൂന്നാമത് കൺസിഡർ ചെയ്തിരിക്കുന്ന പ്ലിന്ത് വോൾ അപ് ടു ഗ്രൗണ്ട് ലെവൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മണ്ണിന് താഴെ ഈ പോർഷൻ, അതായത് 40 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള പോർഷൻ, ശരിക്കും പറഞ്ഞാൽ മണ്ണിനടിയിലും കുറച്ച് പോർഷൻ വരുന്നുണ്ട്, മണ്ണിന് മുകളിലോട്ടും പോർഷൻ വരുന്നുണ്ട്. സോ അത് രണ്ടായിട്ട് കൺസിഡർ ചെയ്യുവാണ്. മണ്ണിന് താഴെയുള്ള പോർഷന്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത്? ഇവിടെ കാണിച്ചിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ തന്നെ അല്ലേ? അതിന്റെ വിഡ്ത്ത് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. നീളം എത്രയാണ്? 6 മീറ്റർ. സോ അതുകൊണ്ടാണ് 6 മീറ്റർ ബൈ 0.4 മീറ്റർ. 0.4 മീറ്റർ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന 40 സെൻറ്റിമീറ്റർ ആണ്, മൾട്ടിപ്ലൈഡ് ബൈ 0.2 മീറ്റർ. അതായത് ഈ ഹൈറ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഐറ്റം ഗ്രൗണ്ട് ലെവലിൽ താഴെയുള്ള പോർഷനാണ്. 40 സെൻറ്റിമീറ്റർ വീതിയുള്ള പോർഷന്റെ ഗ്രൗണ്ട് ലെവലിന് താഴെ വരുന്ന പോർഷനാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി ഗ്രൗണ്ട് ലെവലിന് മുകളിൽ വരുന്ന പോർഷൻ, അതായത് 40 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള മണ്ണിന് മുകളിൽ വരുന്ന പോർഷൻ അല്ലേ? സോ ആ പോർഷന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന്റെ ലെങ്ത് എത്രയാ? ലെങ്ത് 6 മീറ്റർ തന്നെ. വിഡ്ത്ത് എത്ര വരും? 40 സെൻറ്റിമീറ്റർ തന്നെ. ഹൈറ്റ് എത്രയാ വരുന്നത്? ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ അല്ല? ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ഡയറക്റ്റ് ആയിട്ട് 60 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടല്ലോ. സോ അങ്ങനെ നമുക്ക് 6 ഇൻറ്റു 0.4 ഇൻറ്റു 0.6 1.44. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഇവിടെ തന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഒരേ ഐറ്റത്തിൽ തന്നെ പല പല സബ് ഹെഡിങ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റീസിൻ്റെ സം എടുത്ത് ടോട്ടൽ ക്വാണ്ടിറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈനൽ കോളം. ഉദാഹരണം നോക്കി, ഐറ്റം നമ്പർ 3 ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. ഈ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്ക് വർക്കിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ ടോട്ടൽ ക്വാണ്ടിറ്റീസ് എന്ന കോളത്തിൽ നോക്കിയാൽ മതി. പക്ഷെ ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഈ ഒരു പോർഷനിൽ തന്നെ ഒരുപാട് പാർട്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, അങ്ങനെ ഒരുപാട് പോർഷൻസ് വരുന്നത് കൊണ്ട് നമ്മൾ അതിനകത്ത് ഇതിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റീസ് എന്നുള്ള കോളത്തിൽ എഴുതിയിട്ട് അതിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ടാക്കി ചെയ്യും. ഓക്കെ, സോ ഐറ്റം നമ്പർ 4 നോക്കിക്കേ, ഡാം പ്രൂഫ് കോഴ്സ് 2.5 സെൻറ്റിമീറ്റർ തിക്ക് ഇൻ സിമെന്റ് കോൺക്രീറ്റ് 1:1.5:3. ഡാം പ്രൂഫ് കോഴ്സിന് നമ്മൾ ഷോർട്ടായിട്ട് DPC എന്നാണ് പറയുന്നത്. സോ എന്താണ് ഡാം പ്രൂഫ് കോഴ്സ് എന്ന് ഒന്നുകൂടെ പറയാം. ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നനവ് ഗ്രൗണ്ട് ലെവൽ സൂപ്പർ സ്ട്രക്ചറിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സിമെന്റ് കോൺക്രീറ്റ് ലെയർ ആണ്. ഓക്കെ, സോ കോൺക്രീറ്റ് ഈസ് എന്താണ് നമ്മൾ എപ്പോഴും പറയുന്നത്, സപ്പോസ് ടു ബി ഇംപെർമിയബിൾ അല്ലേ? കോൺക്രീറ്റ് ഇംപെർമിയബിൾ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലെയർ കൊടുത്തിട്ട്, പക്ഷെ ബ്രിക്ക് എപ്പോഴും
വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. അപ്പം ബ്രിക്കിലേക്ക് ഗ്രൗണ്ടിൽ നിന്ന് വെള്ളം മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ലെയറാണ് ഡാം പ്രൂഫ് കോഴ്സ്. ഓക്കെ, ഡാം പ്രൂഫ് കോഴ്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു? അത് മീറ്റർ സ്ക്വയറിലാണ്, അല്ല സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ പറയുന്നത്. അതിന് സ്ക്വയർ മീറ്റർ ആയി കഴിയുമ്പോൾ അതിന് 2 ഡയമെൻഷൻ മതി. ഏതൊക്കെയാണ്? ലെങ്ത്തും വിഡ്ത്ത്. ഹൈറ്റിന്റെ ആവശ്യം വരത്തില്ല. വളരെ ചെറിയ തിക്നെസ് ഉള്ള ഒരു പോർഷനാണ്. ചെറിയ തിക്നെസ് ഉള്ള പോർഷൻ ആയതുകൊണ്ട് നമുക്ക് ലെങ്ത് DPC അപ്ലൈ ചെയ്യണം. ഈ എൻറ്റയർ പോർഷനിലും DPC അപ്ലൈ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ലെങ്ത് 6 മീറ്റർ, ബ്രെഡ്ത്ത് 0.4 മീറ്റർ, 40 സെന്റിമീറ്റർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്ലിന്തിന്റെ എൻറ്റയർ വിഡ്ത്തിൽ നമ്മൾ DPC അപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് 0.4 മീറ്റർ ആണ് വിഡ്ത്ത്. അപ്പോൾ 6 × 0.4 2.4 സ്ക്വയർ മീറ്റർ. അവിടെ തെറ്റരുത്, ക്യൂബിക് മീറ്റർ അല്ല, സ്ക്വയർ മീറ്റർ ആണ്. So next is item number 5, first class brickwork in lime mortar for superstructure. അതായത് സൂപ്പർ സ്ട്രക്ചറിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി. അത് വളരെ സിമ്പിൾ ആണ്. ബ്രിക്ക് വർക്കിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ ലെങ്ത് എത്രയായിരിക്കും? ലെങ്ത് 6 മീറ്റർ, 6 മീറ്റർ. വിഡ്ത്ത് വിൽ ബി, ഇതാണ്, ഈ ഒരു പോർഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർ സ്ട്രക്ചറിലുള്ള ബ്രിക്ക് വർക്ക്. സോ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് 6 മീറ്റർ ആണ്, വിഡ്ത്ത് 30 സെന്റിമീറ്റർ ആണ്. സോ അതാണ് 0.3 മീറ്റർ എന്ന് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഹൈറ്റ് 3.5 മീറ്റർ. ഓക്കെ, സോ അതിനുശേഷം ആറാമത്തെ ഐറ്റം 12 mm പ്ലാസ്റ്റർ ഓഫ് സിമെന്റ് സാൻഡ് 1:6. അതായത് പ്ലാസ്റ്ററിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. പ്ലാസ്റ്ററിങ് ഇൻസൈഡും ഔട്ട്സൈഡും ചെയ്യണമല്ലോ. സോ ഇൻസൈഡ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇൻസൈഡ്, ഇത് ഔട്ട്സൈഡ്. സോ ഇൻസൈഡ് പോർഷൻ പ്ലാസ്റ്ററിങ്ങിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്, അല്ലെ സ്ക്വയർ മീറ്റർ ആണ്. നമുക്ക് വേണ്ടത് ലെങ്ത്തും ഹൈറ്റുമാണ് വേണ്ടത്. ഓക്കെ, സോ ലെങ്ത് എത്രയായിരിക്കും? 6 മീറ്റർ. ലെങ്ത് 6 മീറ്റർ ആണ്, ഹൈറ്റ് 3.5 മീറ്റർ. കാര്യം എന്താ? നമുക്ക് ഇവിടെ ഇത്രയും ഭാഗത്താണ് പ്ലാസ്റ്റർ ചെയ്യേണ്ടത്. 3.5 മീറ്റർ ആണ് ഇവിടെ തന്നിട്ടുണ്ട്, 3.5 മീറ്റർ. സോ 3.5 മീറ്റർ ആണ് ഹൈറ്റ്. ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഓക്കെ, 6 മീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ് ശ്രദ്ധിക്കണം. ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്താണ്? ഔട്ട്സൈഡ് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, പുറത്താണ്, ഈ വോളിന്റെ പുറം ഭാഗം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഗ്രൗണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. താഴെയും ബ്രിക്ക് വർക്ക് പുറത്തോട്ട് കാണുന്നതാണ് അല്ലേ? സോ അവിടെയും കൂടെ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം. ഇത് പുറം സൈഡാ, ഇവിടെയാണ് ഗ്രൗണ്ട് ലെവൽ വരുന്നത്. സോ ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ട് പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരുമല്ലോ. സോ പ്ലാസ്റ്ററിങ് ഈ പോർഷനിൽ തൊട്ട് ശരിക്കും തുടങ്ങേണ്ടതാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു 10 സെന്റിമീറ്റർ കൂടെ ഗ്രൗണ്ട് ലെവലിന് താഴോട്ട് കൊടുത്തേക്കണം എന്ന് പറയുന്നുണ്ട്. സോ ലെങ്ത് ഇതിന്റെ എത്ര ആയിരിക്കും? 6 മീറ്റർ തന്നെ, ഇത്രയും നീളത്തിലാണ് ചെയ്യേണ്ടത്. പക്ഷെ ഹൈറ്റ് എത്ര വരും? ഈ 3.5 മീറ്റർ പ്ലസ് 60 സെന്റിമീറ്റർ, അപ്പൊ എത്രയായി? 4.1 മീറ്റർ. അതിന്റെ കൂടെ ഒരു 10 സെന്റിമീറ്ററും കൂടെ എക്സ്ട്രാ കൊടുക്കുക, അതായത് 4.2 സെന്റിമീറ്റർ, സോറി 4.2 മീറ്റർ. അതാണ് ഇവിടെ 4.2 എന്ന് ഹൈറ്റ് വന്നത്. ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ് ഒരു 10 സെന്റിമീറ്റർ എക്സ്ട്രാ കൊടുക്കണം ഗ്രൗണ്ട് ലെവലിന് താഴോട്ടെന്ന്. സോ ടോട്ടൽ ഹൈറ്റ് വിൽ ബി 3.5 മീറ്റർ പ്ലസ് 60 സെന്റിമീറ്റർ പ്ലസ് 10 സെന്റിമീറ്റർ, അതായത് 4.2 മീറ്റർ. അപ്പോൾ നമുക്ക് പ്ലാസ്റ്ററിങ്ങിന്റെ 2 ക്വാണ്ടിറ്റി കിട്ടി, 21 സ്ക്വയർ മീറ്ററും 25.2 സ്ക്വയർ മീറ്ററും. അതിന്റെ രണ്ടിന്റെ സം ആയിരിക്കണം ടോട്ടൽ ക്വാണ്ടിറ്റീസിൽ വരേണ്ടത്, 46.2 സ്ക്വയർ മീറ്റർ. അടുത്ത ഐറ്റം നമ്പർ 7 ഇസ് വൈറ്റ് വാഷിംഗ്. വൈറ്റ് വാഷിംഗ് 3 coats എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസൈഡ് പോർഷനിൽ വൈറ്റ് വാഷിംഗ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. 3 കോട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 3 കോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്പർ 3 ആവില്ല, നമ്പർ 1 ആവത്തുള്ളൂ. ഇവിടെ 3 coats ആണെങ്കിലും അത് ഒരൊറ്റ വർക്കായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ നമ്പർ മാറുന്നത് എപ്പോഴാണ്? ഈ വോള് പോലെ വേറൊരു വോള് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നമ്പർ 2, 1ന് പകരം 2 എന്ന് എഴുതിയേനെ. പക്ഷെ ഇതൊരു വോളേ ഉള്ളൂ, ഒരു വോളിന്റെ ഒരു ഇൻസൈഡ് പോർഷനേ ഉള്ളൂ. അതുകൊണ്ട്
നമ്മൾ നമ്പർ വിൽ ബി 1. 3 കോഡ്സ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നെങ്കിലും അത് സിംഗിൾ വർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് പ്രസക്തി വരുന്നില്ല. 3 കോഡ്സ് അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പക്ഷേ ലെങ്ത് വരുമ്പോൾ എത്രയാണ്? 6 മീറ്റർ തന്നെയാണ്. ഹൈറ്റ് വരുമ്പോൾ 3.5 മീറ്റർ. അതായത് ഇത്രയും പ്ലാസ്റ്റർ ചെയ്ത ഭാഗത്ത് നമുക്ക് എന്താണ് വൈറ്റ് വാഷിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലേ? അപ്പോൾ സോ അതാണ് 3.5 മീറ്റർ. അത് 21 സ്ക്വയർ മീറ്റർ. യൂണിറ്റ് വിൽ ബി സ്ക്വയർ മീറ്റർ. ഓക്കെ, സോ അതിനുശേഷം ലാസ്റ്റ് ഐറ്റം ആണ് ഇവിടെ പറയുന്നത് കളർ വാഷിംഗ്. കളർ വാഷിംഗ് 2 coats over 1 coat of white washing. ഔട്ട്സൈഡ് ആണ്, പുറം ഭാഗത്ത് ചെയ്തിരിക്കുന്ന വർക്കാണ്. സോ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ എത്രയായിട്ട് കൺസിഡർ ചെയ്യണം? ഹൈറ്റ് ലെങ്ത് വരുമ്പം പുറം ഭാഗമാണ്. സോ നമ്പർ വിൽ ബി 1. ഈവൻ ദോ 2 coats എന്ന് പറഞ്ഞാലും 1 നമ്പർ വരത്തുള്ളൂ. അതിനുശേഷം 6 മീറ്റർ ആണ് നീളം. അതിനുശേഷം 6 മീറ്റർ ലെങ്ത്തും ഹൈറ്റ് വരുമ്പോൾ 3.5 പ്ലസ് 0.6 4.1 മതി. പ്ലാസ്റ്ററിങ്ങിന് നമ്മൾ ഒരു 10 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഗ്രൗണ്ട് ലെവലിൽ താഴോട്ട് എടുത്തിരുന്നു. പക്ഷെ കളർ വാഷിങ്ങിനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്കിവിടെ കിട്ടി. സോ ഈ സ്ലൈഡിൽ പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത വർക്കിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ആണ്. നമ്മുടെ എസ്റ്റിമേറ്റിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ കോസ്റ്റ് എമൗണ്ട്, കോസ്റ്റ് എന്ന് ഉദ്ദേശിച്ച എമൗണ്ട് ആണ്, ടോട്ടൽ വർക്കിൻ്റെ എമൗണ്ട്. സോ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാണ്? നമ്പർ 1 ക്വാണ്ടിറ്റി, നമ്പർ 2 റേറ്റ്. ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ബൈ റേറ്റ് ഗീവ്സ് ദ എമൗണ്ട്, അല്ലേ? സോ അതിന് വേണ്ടിയിട്ടുള്ള ഫോർമാറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, അബ്സ്ട്രാക്റ്റ്. സോ അബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം? ടേബിൾ ശ്രദ്ധിക്കുക. ഐറ്റം, ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക്, ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ്, എമൗണ്ട്. ഓക്കെ, സോ ഇവിടെ റേറ്റിൻ്റെയും യൂണിറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച 8 ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ, നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി ആണ് 4.32 എന്ന് പറയുന്നത്. സോ അതിൻ്റെ യൂണിറ്റ് ക്യൂബിക് മീറ്റർ ആണ്. റേറ്റ് 350 പെർസെൻറ്റേജ് ക്യൂബിക് മീറ്റർ. അതൊരു രീതിയാണ് എക്സ്കവേഷൻ. നമ്മളിപ്പം എർത്ത് വർക്ക് എക്സ്കവേഷൻ വർക്കാണ്. സോ അത് പെർസെൻറ്റേജ് ക്യൂബിക് മീറ്റർ ആണ്. അപ്പോൾ ചെയ്യേണ്ടത് ഈ 4.32 അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുക, അതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ അതായത് ഇപ്പോൾ 350 നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന സമയത്ത് എത്ര 3.5 വരും. 3.5 മൾട്ടിപ്ലൈഡ് ബൈ 4.32 പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ അതേപോലെ ഓരോ ഐറ്റത്തിൻ്റെയും ഈ ടേബിളിൽ ഈ കോളത്തിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത്രയും നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതിൻ്റെ യൂണിറ്റ് ആണ്. ഈ കോളത്തിലെ റേറ്റ് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂസ് നമുക്ക് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ആ ബുക്കിനകത്ത് ഓരോ ഐറ്റത്തിൻ്റെയും വർക്ക് റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് 2016 ആണെന്ന് തോന്നുന്നു ലേറ്റസ്റ്റ്. സോ അതിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റ റേറ്റ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക ഓരോന്നിൻ്റെ. സോ ആ റേറ്റ് ആണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 300 പെർ ക്യൂബിക് മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ആ വർക്കിൻ്റെ റേറ്റ് ആണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മെറ്റീരിയൽ റേറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, വർക്കിൻ്റെ റേറ്റ് ആണ്. ഓക്കെ, ആ ബ്രിക്ക് വർക്ക് ചെയ്യാനുള്ള വർക്ക്, ആ ഒരു വർക്കിൻ്റെ റേറ്റ്. അതിനകത്ത് മെറ്റീരിയൽ വരും, എല്ലാ ചിലവും ചേർത്തിട്ടാണ് നമ്മൾ ഈ 300 എന്ന് പറയുന്ന ഒരു റേറ്റിലേക്ക് എത്തുന്നത്. ഈ 300-നകത്ത് ആ വർക്കിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വരാം, ലേബർ വരാം, ടൂൾസ് വരാം. ഓക്കെ, അപ്പോൾ പല പല കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഈ റേറ്റിലേക്ക് എത്തിയത്. സോ ഈ റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി ഗീവ്സ് ദ എമൗണ്ട്. സോ എല്ലാ ഐറ്റത്തിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം ടോട്ടൽ 3796.54 എന്ന് നമ്മൾ ടോട്ടൽ എമൗണ്ടിലേക്ക് എത്തുക. അതിനുശേഷം 2 കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഒരു 3% കണ്ടിജൻസീസ് ആഡ് ചെയ്യണം, 2% വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആഡ് ചെയ്യണം. കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് അൺഫോർസീൻ ചിലവുകളാണ്, അല്ലേ?
സോ അതിനെപ്പറ്റി നമുക്ക് ഒരു 3%. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള എന്തെങ്കിലും അലവൻസ് അതിനൊക്കെ വേണ്ടി 2% കൂടി ആഡ് ചെയ്യുക. സോ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഗ്രാൻഡ് ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടും. സോ 3986.37 രൂപയാണ് നമുക്ക്, റുപ്പീസാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി. ഇതൊരു കണക്കാണ്. മേ ബി നമ്മുടെ റിയൽ പ്രാക്ടിക്കൽ ലൈഫിൽ മേ ബി ഇത് ഡിഫറെൻ്റ് ആയിരിക്കാം. ഇത് ചെയ്യുന്ന രീതി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ.